സാദിക്കയുടെ കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് നമുക്ക് കാണാൻ പറ്റും. കുറെ കാണാനുണ്ട്. ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ജിത്തു എനിക്ക് 25 ദിവസം 8 പാട്ടാണ് ചെയ്യാനുള്ള ഡെഡ്ലൈൻ ആണ്. നമ്മൾ 2 ദിവസത്തിൽ ഒരു പാട്ട് ചെയ്യാം, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതില് ജിത്തുവും പുതിയതായിട്ട് സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാൻ പുതിയതായിട്ട് സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് നമ്പേഴ്സ് ഉണ്ട് കുറച്ച്. നല്ല സിനിമയാണെങ്കിൽ സിനിമ സിനിമ ഇല്ല. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ ഫുൾ ക്രൗഡോട് കൂടി കാണുമ്പോൾ എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കൂടെ വെച്ചുണ്ടാക്കുന്നത് തന്നെ കാണുന്ന സിനിമയാണ്. ഒക്കെ ചിരിച്ചും ഒക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു മീറ്റർ ആവേശത്തിലുണ്ടോ? ഒറ്റ ദിവസം ചില ദിവസം മതി. രോമാഞ്ചം പോലെ ഇതും റിയൽ ലൈഫ് ഇൻസിഡന്റ് രോമാഞ്ചം പോലെ പറയാൻ പറ്റില്ല. രോമാഞ്ചം ടോട്ടലി റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് കൊണ്ടുവന്നുള്ളൂ. ചില അനുഭവങ്ങള് കഥയാക്കി വലുതാക്കി സിനിമയാക്കി കൊണ്ടുള്ളൂ. പൂർണ്ണമായിട്ട് ഒരു അനുഭവം എന്ന് പറയുന്നത് ഇല്ല. രോമാഞ്ചം സിനിമയായിട്ട് അത് കണക്ഷൻ അല്ല, അത് അങ്ങനെയല്ല. അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം. അതായത് രോമാഞ്ച സിനിമയില് ചെമ്പച്ചേട്ടൻ ചെയ്ത ക്യാരക്ടർ, സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ആയിരുന്നില്ല. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോഴൊരു അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ്. അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ്. ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. ഞാൻ പേഴ്സണലി പരിചയമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലർക്കും കണ്ടിട്ടുള്ള മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറോടെ യാതൊരു ബന്ധമില്ല. ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യ ദിവസം തന്നെ തിയേറ്ററിലെ ആളുകൾ വിശ്വാസം വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ആൾക്കാരെല്ലാവരും വരണം, വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തില്. അപ്പൊ ആ ഓളത്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ്. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ ഫുൾ ക്രൗഡോട് കൂടി കാണുമ്പോൾ എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതെ കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് വിശ്വസിക്കുന്നത്. കൂടെ വെച്ചുണ്ടാക്കുന്നത് തന്നെ കാണുന്ന സിനിമയാണ്. ഒക്കെ ചിരിച്ചും ഒക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ്. രോമാഞ്ചം അങ്ങനെയായിരുന്നു. അപ്പൊ അതിന് ഉറപ്പായിട്ടും അതിന് മേലിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പ് ആയതിനു ശേഷം ഞാൻ റഷീദിന്റെ അടുത്ത് പോയിട്ട് പറയാനായിരുന്നു. ഫോൺ സംസാരിച്ച് കഥ പറയാനാണെന്ന് പറഞ്ഞു. അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഞാൻ പോയിട്ട് കഥ പറയായിരുന്നു. കഥ പറഞ്ഞ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതങ്ങനെ ഫലത്തിലേക്ക് എത്തി. അങ്ങനെ പ്രൊജക്ട് ആവുമായിരുന്നു. ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആവേശത്തിന്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു. ബാംഗ്ലൂര് ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളൊക്കെ ഉള്ളപ്പോഴാണ് രോമാഞ്ചം റിലീസ് ആവുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ വന്നിട്ടാണ് രോമാഞ്ചം റിലീസ് എല്ലാം ഇവിടെ തിരിച്ചു പോകുന്നത്. രോമാഞ്ചത്തിന് മുന്നേ തന്നെ പ്രൊജക്ട് ആയിരുന്നു സിനിമയായിരുന്നു ആവശ്യം. അതിന്റെ ലുക്കും ഏകദേശം അതേപോലെ ഒരു ശരിക്കും അങ്ങനെ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ കോമഡിയിലെ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഇയാള് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗുണ്ടയാണ്. അതുകൊണ്ടാണ് പ്രൈമറി അങ്ങനത്തെ ഒരു ലുക്കിലേക്ക് എത്തിയത്. പറഞ്ഞ കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ അല്ല, അങ്ങനെ ഒരു വേറൊരു പടം പോലെ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടില്ല. ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയാ, കുറച്ച് ലൗഡാണല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത്. അങ്ങനത്തെ ഫുട്ടേജൊന്നും വരാറുണ്ടാണ്. കന്നഡയും മലയാളവും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്.
അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കാരുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? ഈ കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല. ഇതൊക്കെ ചെയ്താലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമൊന്നുമില്ല. പടം കാണാൻ പോകുന്ന ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ട്. ഞാൻ എല്ലാവരും പോസിറ്റീവ് അല്ല, ഞാൻ ഭയങ്കര പോസിറ്റീവാണ്. അറിയാത്തതുകൊണ്ടാണ്. ഇല്ല, അതാണ് ആ കുട്ടികൾ ചുമ്മാ ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയൊന്നുമല്ല. കുട്ടികളൊന്നും പറഞ്ഞോണ്ട് ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെന്തോ സന്തോഷം. തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട്. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കോ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനർ ആണ്. മൊത്തത്തില് ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിനകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് എന്നല്ലേ പറയാം, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ. മറ്റൊന്നും സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലോ, ചുമ്മാ അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. ഈ രോമാഞ്ചം കാണാൻ നേരത്ത് ഇപ്പം തുടക്കത്തിൽ തന്നെ നമുക്ക് ബേസിക്കലി സിനിമയിലേക്ക് ഇന്നാക്കിയത് ആ ടൈറ്റിൽ സോങ് തന്നെയാണ്. അപ്പോഴേക്കും നമ്മൾ ആ ടെമ്പോയിലേക്ക് എത്തി. അപ്പം ഈ ആവേശത്തിൽ എങ്ങനെയായിരുന്നു മ്യൂസിക്കിനെ കൺസീവ് ചെയ്തത്? ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ടുള്ളത് അങ്ങനെ പടം കാണുമ്പോൾ അറിയില്ല, ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. ഈ സിനിമയിൽ ഒരുപാട് റാപ്പ് സിംഗേഴ്സിനൊക്കെയാണ്. റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷും ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം സൗത്ത് ഇന്ത്യൻ ബേസ് ചെയ്തൊക്കെയാണ്. സൗത്ത് ഇന്ത്യൻ ബേസ് ചെയ്തൊക്കെയാണ് മ്യൂസിക് ചെയ്തത്. എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു. ചേട്ടാ ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിലൊരു അനു ടൈപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അഞ്ചത്തെ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്ക് ഒക്കെ നോക്കുമ്പോൾ ഈ സന്തോഷം അഞ്ചതൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്നത്. 2027 വിഷു കഴിഞ്ഞിട്ടായിരിക്കും ആവേശം. ആവട്ടെ. ഇപ്പൊ ഈ ഒരു പടത്തിനകത്ത് ഈ ഡാൻസ് നമ്പർ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഈ ലൂനാറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫാദിക്കയുടെ കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് നമുക്ക് കാണാൻ പറ്റും. കുറെ കാണാനുണ്ട്, ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ അതെല്ലാം ഉണ്ടോ? ഫഹദ് ഫാസിലിനെ നമ്മൾ കണ്ടിരുന്നത് കുറച്ചു കാലം മുമ്പ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ അപ്രോച്ച് ചെയ്യുന്നതിന്റെ ഒരു ഫേസ് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയായിരുന്നു. പക്ഷെ 2022-23 കുറച്ചും കൂടി ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള വിക്രം പോലത്തെ സിനിമ, പുഷ്പ പോലത്തെ അല്ലു അർജുൻ സിനിമയുടെ പ്രതിനായകൻ, അങ്ങനെ ഇപ്പൊ മൊത്തം ഈ സെലിബ്രേഷൻ മോഡ്, എന്റർടൈൻമെന്റ് മോഡ് സിനിമകളിലേക്കാണ്. അപ്പൊ ശരിക്കും ഫഹദിലൂടെ റിയലിസ്റ്റിക് സിനിമകളുടെ കാലം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എന്റർടൈൻമെന്റ് മോഡ് അല്ലെങ്കിൽ ലാർജർ ദാൻ ലൈഫ് കൊമേഴ്ഷ്യൽ സിനിമകളുടെ കാലമാണ്. അങ്ങനെയാണോ ഈ ചുവട് മാറ്റത്തിന്റെ ഒരു കാരണം? അല്ല, അങ്ങനെയല്ലോ. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെന്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പൊ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണം തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പൊ നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നില്ല, എല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഈ എടമോനെ എന്നുള്ള പ്രയോഗം പറഞ്ഞാണ് അത് കുറെ വട്ടം അത് ഉപയോഗിച്ചാണ് ആ ഒരു ലിംഗോലിക്ക് സെറ്റ് ആയെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഒരു മാസ് പടം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പഞ്ച് ലൈൻ പോലെ വേണം, അങ്ങനെ പെർപ്പസ്ഫുള്ളി ഇതൊരു തോട്ടായിട്ടുണ്ടായിരുന്നോ ഫഹദിന്റെ ഉള്ളിൽ? ഇല്ല, അങ്ങനെയൊന്നും ഓർഗാനിക് ആയിട്ട്